ഒബ്സർവബിൾ യൂണിവേഴ്സ് എന്നത് 93 ബില്യൺ ലൈറ്റ് ഇയേഴ്സ് വലിപ്പമുള്ള ഒന്നാണെങ്കിലും അതിനുള്ളിൽ കാര്യമായി ഒന്നുമില്ലാത്ത ശൂന്യതയാണ് എന്ന് പറയാൻ കഴിയും. അതായത് ഒരു ആറ്റത്തിലെ ന്യൂക്ലിയസും ഇലക്ട്രോണും കഴിഞ്ഞുള്ള ആറ്റത്തിൽ 99.99% ഒന്നുമില്ലാത്ത എംറ്റി സ്പേസ് ആണ് എന്നതുപോലെ നമ്മുടെ പ്രപഞ്ചവും 80% ശൂന്യതയാണ്. നമ്മുടെ ഒബ്സർവബിൾ യൂണിവേഴ്സിന്റെ മുഴുവൻ മാറ്ററും നമുക്ക് 1000 ലൈറ്റ് ഇയർ ക്യൂബിൽ ഉൾക്കൊള്ളിക്കാവുന്നതേ ഉള്ളൂ. അതായത് ഒബ്സർവബിൾ യൂണിവേഴ്സിന്റെ 1000 ലക്ഷം കോടിയുടെ 42% സ്ഥലത്ത് ഉൾക്കൊള്ളിക്കാവുന്നത് മാത്രമാണ് നമ്മൾ കാണുന്നതും കാണാത്തതുമായ മാറ്റർ എല്ലാം എന്ന് പറയാം. എന്നിരുന്നാലും ഇതെല്ലാം പല ദിശയിൽ ചിതറിക്കിടക്കുന്നത് കൊണ്ട് തന്നെ പലപ്പോഴും ലാർജ് സ്കെയിലിൽ യൂണിവേഴ്സിന്റെ ഭൂരിഭാഗവും ഫില്ലായി തന്നെയാണ് ഇരിക്കുന്നത്. എന്നാൽ ഇതിലും ഒരു ട്വിസ്റ്റ് ഉണ്ട്. ഇങ്ങനെ ചിതറിക്കിടക്കുന്ന മാറ്ററും എല്ലായിടത്തും ഒരുപോലെയല്ല ഉള്ളത്. ചിലയിടത്ത് കൂടുതലായും ചിലയിടത്ത് വളരെ കുറച്ചും മാത്രമാണ് ഇപ്രകാരം മാറ്റർ ഉള്ളത്. ഇതിനെ നമുക്ക് യൂണിവേഴ്സിന്റെ മാറ്റർ ഡെൻസിറ്റി എന്ന് പറയാം. ഇങ്ങനെ മാറ്റർ നിറഞ്ഞ അല്ലെങ്കിൽ മാറ്റർ ഡെൻസിറ്റി കൂടിയ ഭാഗത്താണ് ഗാലക്സികളും ഗാലക്സി ക്ലസ്റ്ററുകളും ഉള്ളത്. അതേസമയം ഈ മാറ്റർ ഡെൻസിറ്റി കുറഞ്ഞ സ്ഥലത്തെയാണ് കോസ്മിക് വോയിഡ് എന്നും അറിയപ്പെടുന്നത്. എന്തിൻ്റെയെങ്കിലും ഇടയിൽ മിസ്സായ ഭാഗത്തെയാണല്ലോ നമ്മൾ പൊതുവെ ഹോളെന്നും ദ്വാരമെന്നൊക്കെ വിളിക്കുന്നത്. അതേ ലോജിക് തന്നെയാണ് യൂണിവേഴ്സൽ സ്കെയിലിൽ നമ്മൾ വോയിഡുകളെ ഉപയോഗിക്കുന്നത്. നമ്മുടെ പ്രപഞ്ചത്തിന് ഒരു ആവറേജ് പാർട്ടിക്കിൾ ഡെൻസിറ്റി ഉണ്ട്. ചെറിയ സ്കെയിലിൽ ആറ്റങ്ങളുമായും വലിയ സ്കെയിലുകളിൽ നക്ഷത്രങ്ങളും ഗാലക്സികളുമായാണ് നമ്മൾ ഇതിനെ അളക്കുന്നത്. ഇതനുസരിച്ച് ഒരു ക്യൂബിക് മെഗാ പാർസെക് സ്പേസിൽ ശരാശരി 12 ഗാലക്സികൾ വരെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. എന്നാൽ ഈ റേഷ്യോയിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങളാണ് സ്പേസിലെ വോയിഡുകൾക്ക് കാരണമാകുന്നത്. ശരാശരി 10 മുതൽ 100 മെഗാ പാർസെക്സ് ഡയമീറ്റർ വലിപ്പമാണ് വോയിഡുകൾക്കുള്ളത്. എന്നാൽ ഇതിനേക്കാൾ വലിപ്പമേറിയവയെ സൂപ്പർ വോയിഡുകൾ എന്നാണ് അറിയപ്പെടുന്നത്. പ്രപഞ്ചത്തിന്റെ ഉത്ഭവ സമയത്ത് തന്നെ രൂപം കൊണ്ടതാണ് ഈ വോയിഡുകളും. ആദ്യകാലത്ത് പ്രോട്ടോണുകളും ന്യൂട്രോണുകളും തമ്മിലുള്ള ഇന്ററാക്ഷൻ കാരണമുണ്ടായ ഓസിലേഷൻസ്, അതായത് ബാരിയോൺ അക്വസ്റ്റിക് ഓസിലേഷൻ, ഏർലി യൂണിവേഴ്സിലെ പ്ലാസ്മയിലൂടെ പ്രഷർ വേവുകളായി സഞ്ചരിക്കുകയും അതോടൊപ്പം ബിഗ് ബാങ്കിന് ശേഷമുണ്ടായ ചെറിയ ക്വാണ്ടം ഫ്ലക്ച്വേഷൻസും പ്രപഞ്ചം വലുതാകുന്നതനുസരിച്ച് ആംപ്ലിഫൈ ആവുകയും ചിലയിടങ്ങളിൽ ബാരിയോൺ ഡെൻസിറ്റി കൂടുകയും ചിലയിടത്ത് കുറയുകയും ചെയ്തു. ഇങ്ങനെ മാറ്ററിന്റെ ഡെൻസിറ്റി കൂടിയ സ്ഥലങ്ങൾ പിന്നീട് ഗ്രാവിറ്റി മൂലം ഗാലക്സികളും മറ്റ് കോസ്മിക് സ്ട്രക്ചറുകളുമായി മാറി. അതേസമയം ഡെൻസിറ്റി കുറഞ്ഞ സ്ഥലങ്ങൾ വോയിഡുകളായും പരിണമിച്ചു. ഇതോടൊപ്പം യൂണിവേഴ്സിന്റെ എക്സ്പാൻഷൻ കാരണവും വോയിഡുകളുടെ വലിപ്പവും എണ്ണവും വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇങ്ങനെയാണ് സ്പേസിൽ വോയിഡുകൾ അല്ലെങ്കിൽ ശൂന്യതയിലെ ശൂന്യത രൂപം കൊണ്ടതെന്ന് പറയാം. ഇതിനെപ്പറ്റി നമുക്ക് കോസ്മിക് മൈക്രോവേവ് ബാക്ക്ഗ്രൗണ്ട് റേഡിയേഷനിലൂടെയും മനസ്സിലാക്കാവുന്നതാണ്. ഇതിൽ ചുവന്ന നിറമുള്ള സ്ഥലത്ത് പാർട്ടിക്കിൾ ഡെൻസിറ്റി കൂടിയതും തുടർന്ന് നീല നിറത്തോടെ അടുക്കും തോറും ഈ ഡെൻസിറ്റി കുറയുകയും അല്ലെങ്കിൽ വോയിഡുകളായി മാറുന്നു എന്നും പറയാം. എന്നിരുന്നാലും ഇവ പൂർണ്ണമായും ശൂന്യമായ ഒന്നല്ല. ഇവിടെയും പല നക്ഷത്രങ്ങളും ഗാലക്സികളും ഡസ്റ്റ് പാർട്ടിക്കിൾസും നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ഇവയുടെ റെയറിറ്റി കൂടുതലാകുമെന്ന് മാത്രമേ ഉള്ളൂ. 1961 സൂപ്പർ ക്ലസ്റ്ററുകളിലേക്ക് ശാസ്ത്ര ശ്രദ്ധ തിരിഞ്ഞതിനെ തുടർന്ന് 1978 റെഡ് ഷിഫ്റ്റ് സർവേയുടെ ടീം രണ്ടായി മാറുകയും ചെയ്തു. ഇതോടെയാണ് വോയിഡുകളെ പറ്റി കൂടുതൽ ശാസ്ത്ര സമൂഹം പഠിക്കാൻ തുടങ്ങിയത്. ഗാലക്സികൾ പരസ്പരം അകലുന്നു എന്ന് നമുക്കറിയാം. എന്നാൽ ഈ അകൽച്ച മറ്റൊരു ഗാലക്സിയിലേക്ക് അല്ലെങ്കിൽ ഗാലക്സി ക്ലസ്റ്ററിലേക്കുള്ള അടുപ്പമാണ്. ഇത് കാരണം യൂണിവേഴ്സിൽ ഗാലക്സി ഫിലമെന്റുകളും കോസ്മിക് വെബും ഉണ്ടാകുന്നു. തൽഫലമായി ഗാലക്സികളുടെ എണ്ണം കുറഞ്ഞ ഭാഗം രൂപപ്പെട്ടു വരികയും ചെയ്യുന്നു. മറ്റൊരു തരത്തിൽ ഗാലക്സികൾ അടുക്കുന്നതിനേക്കാൾ വോയിഡുകൾ വളരുകയാണ് എന്ന് പറയാം. ഡാർക്ക് മാറ്റർ ആണ് ഇതിനെല്ലാം കാരണമായി കണക്കാക്കുന്നത്. എന്നാൽ ഡാർക്ക് മാറ്റർ ഗ്രാവിറ്റിയിലൂടെ മാത്രമേ മറ്റുള്ള മാറ്ററുമായി ഇന്ററാക്ട് ചെയ്യുകയുള്ളൂ. അപ്പോൾ ഇത്തരം കോസ്മിക് സ്ട്രക്ചറുകളിലൂടെ ഡാർക്ക് മാറ്ററിനെ പറ്റി പഠിക്കുക പ്രയാസമാണ്. കാരണം ഡാർക്ക് മാറ്ററിന്റെയും ഓർഡിനറി മാറ്ററിന്റെയും ഗ്രാവിറ്റി ഇൻഫ്ലുവൻസ് ഇത്തരം വസ്തുക്കളിൽ നേരിട്ട് വരുന്നു എന്നതാണ്. എന്നാൽ വോയിഡുകളിൽ ഓർഡിനറി മാറ്ററിന്റെ അളവ് കുറഞ്ഞതുകൊണ്ട് തന്നെ ഡാർക്ക് മാറ്ററിന്റെ ഗ്രാവിറ്റി ഇത്തരം വസ്തുക്കളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ വോയിഡുകളുടെ സൈസ് അനുസരിച്ച് ആംപ്ലിഫൈ ആയി നമുക്ക് മനസ്സിലാക്കുവാനും പഠിക്കുവാനും സാധിക്കുന്നു. ഇതുകൊണ്ടാണ് ശാസ്ത്രം വോയിഡുകളെ ഇത്ര സീരിയസ് ആയി എടുക്കുന്നത്. നിലവിൽ നിരവധി വോയിഡുകളെ നമ്മൾ ഇപ്രകാരം കണ്ടെത്തിയിട്ടുണ്ട്. ഇവയിൽ നിരവധി പ്രശസ്തമായ വോയിഡുകളും ഉൾപ്പെടുന്നു. ഇതിലൊന്ന് നമ്മുടെ മിൽക്കി വേ ഗാലക്സി ഉൾപ്പെടുന്ന KBC വോയിഡാണ്. 200 കോടി പ്രകാശവർഷമാണ് ഇതിന്റെ ഡയമീറ്റർ. അതുപോലെ പ്രശസ്തമായ മറ്റൊരു വോയിഡാണ് ബൂട്ടീസ് വോയിഡ്. ഭൂമിയിൽ നിന്നും ഏകദേശം 700 ദശലക്ഷം പ്രകാശവർഷം അകലെ സ്ഥിതി ചെയ്യുന്ന ഇതിന് 330 ദശലക്ഷം പ്രകാശവർഷം വലുപ്പമുണ്ട്. എന്നാൽ കണ്ടെത്തിയിൽ വെച്ച് ഏറ്റവും വലിയ വോയിഡ് ലൗസ് നോർത്ത് 13788 എന്ന വോയിഡാണ്. 295 കോടി പ്രകാശവർഷമാണ് ഇതിന്റെ ഡയമീറ്റർ.